നമ്മൾ മനുഷ്യരിൽ ആത്മാവുണ്ടോ? അല്ലെ ആത്മാവ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര മിസ്റ്ററി അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതേപോലെ ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് പോകുന്നുണ്ടോ? അല്ലെ ആത്മാവിന് വെയിറ്റ് ഉണ്ടോ? നിങ്ങളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? 1907 ഡങ്കൻ മക്ഡോഗളുടെ സയൻറ്റിസ്റ്റിന് ഈ സെയിം ഡൗട്ട്, മനുഷ്യരുടെ ആത്മാവുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. മരിക്കാറായ 6 പേരെ എടുത്തു. അതിൻ്റെ അകത്ത് 6 പേരിൽ 4 പേർക്ക് ട്യൂബർകുലോസിസും 2 പേർക്ക് ഡയബറ്റീസും. എന്നിട്ട് അവരുടെ വെയിറ്റ് ഇവർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നോക്കി, അതുപോലെ മരിച്ച് കഴിഞ്ഞിട്ട് നോക്കി. ഇത് തമ്മിൽ കമ്പയർ ചെയ്തപ്പോഴത്തേനും അതിൻ്റെ ഒരാളുടെ 21 ഗ്രാം കുറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് പറഞ്ഞാൽ 21.3. അങ്ങനെ അവസാനം അദ്ദേഹം അസ്യൂം ചെയ്തെത്തി മനുഷ്യരുടെ ആത്മാവുണ്ട്, അതിൻ്റെ വെയിറ്റ് ആയിരിക്കും 21 ഗ്രാം. ഇതേ എക്സ്പെരിമെൻ്റ് അദ്ദേഹം പട്ടികളിൽ നോക്കി. മനുഷ്യർക്ക് മാത്രമേ ആത്മാവുള്ളൂ, അതോ പട്ടികൾക്കുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി പട്ടികൾ മരിക്കുന്നതിന് മുമ്പ് വെയിറ്റ് എടുത്തു, അതുങ്ങൾ മരിച്ചതിന് ശേഷം വെയിറ്റ് എടുത്തു. രണ്ടും കൂടെ കമ്പയർ ചെയ്തപ്പോൾ മാറ്റമൊന്നും വന്നില്ല. സോ അദ്ദേഹം അസ്യൂം ചെയ്തെത്തി മനുഷ്യർക്ക് മാത്രമേ ആത്മാവുള്ളൂ, പട്ടികൾക്കൊന്നും ആത്മാവില്ല എന്ന്. പക്ഷേ ഏറ്റവും അവസാനം ഇതിൻ്റെയൊക്കെ കാരണം പുറത്തു വന്നു. മനുഷ്യർ മരിച്ചപ്പോൾ എന്താ ഇത്രയും വെയിറ്റ് കുറഞ്ഞതെന്ന്? ഈ 21 ഗ്രാം. നമ്മൾ മനുഷ്യർ മരിക്കുമ്പോൾ വെയിറ്റ് കുറയാൻ പല പല റീസൺസ് ഉണ്ട്. അതിലൊന്നാണ് സ്വെറ്റിങ്. നമ്മൾ മരിച്ചു പറഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആകും. അപ്പോഴത്തേക്കും നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ വെയിറ്റ് കുറയാം. അതുപോലെ തന്നെ നമ്മുടെ ലങ്സിൽ കിടക്കുന്ന എയർ, അതുമൂലം നമ്മുടെ വെയിറ്റിന് ഡിഫറൻസ് വരാം. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ അദ്ദേഹം മെഷർ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം പട്ടിക്ക് എന്താ വെയിറ്റ് കുറയാഞ്ഞേ? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടികൾക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾ നാക്ക് നീട്ടി നടക്കുന്നത്. അതേപോലെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഫിസിയോളജിയും പട്ടികളുടെ ഫിസിയോളജിയും വേറേതാണ്. ഇതുമൂലം വലിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആരും കൺസിഡർ ചെയ്തില്ല. കാരണം ഈ ആത്മാവ് അല്ലെ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ ഈ വെയിറ്റ് നോക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരുടെ, അതിൽ ഒരാളുടെ മാത്രമേ വെയിറ്റ് മാറിയുള്ളൂ. സോ ഇതെല്ലാം കാരണം ഇതൊക്കെ കൺക്ലൂഡ് ചെയ്തപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിയില്ല. സോ ഏറ്റവും അവസാനം ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഒരു സ്യൂഡോ സയൻസ് ആയി. ഈ എക്സ്പെരിമെൻറ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ചെറുതാക്കി ഞാൻ പറഞ്ഞു നോക്കുന്നത്. എന്തെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് മുമ്പത്തേലും കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ഈ വീഡിയോ ഉണ്ട് കഴിഞ്ഞപ്പോൾ. സോ